എല്ലാവർക്കും ചാനൽ 13.8 സ്വാഗതം. ഞാൻ ഗൗതം നാറ്റങ്കര. ഇന്ന് പറയാൻ പോകുന്നത് ദശാവതാരത്തിലെ 4ാമത്തെ അവതാരം, അതായത് മത്സ്യാവതാരം. അത് ദശാവതാരത്തിൽ വരുന്നത് 1ാമത്തേതായിട്ടാണ് വരുന്നത്, പക്ഷേ അത് കാലഗണന പ്രകാരം അത് 4ാമതാണ് സംഭവിച്ചത്. നമുക്കറിയാം, BC 10-9 നൂറ്റാണ്ടുകളിൽ തൊഴിൽ ചൂഷണം നടത്താൻ വേണ്ടി അല്ലെങ്കിൽ സുഖലോലുപത ആയിട്ട് ജീവിക്കാൻ വേണ്ടി ബ്രാഹ്മണൻ ഉണ്ടാക്കിയ ഒരു സിസ്റ്റമാണ് വർണ്ണ സിസ്റ്റം, കാസ്റ്റീസം. അതുണ്ടാക്കിയപ്പോൾ അതിൽ ഏറ്റവും ഗുണഭോക്താക്കളായിട്ട് തങ്ങളെ തന്നെ ആക്കാൻ വേണ്ടി അവരെ തന്നെ ഏറ്റവും മുകളിൽ പ്രതിഷ്ഠിച്ചു. ആ വെർട്ടിക്കൽ സ്ട്രക്ചറിൽ ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ, ഇങ്ങനെ 4 അതിൽ ഏറ്റവും മുകളിൽ ബ്രാഹ്മണനെ തന്നെ സൃഷ്ടിച്ചു. അപ്പോൾ പിന്നെ ബാക്കി 3 ആൾക്കാരും അവർക്ക് സേവ ചെയ്യും. അതാണ് അവരുടെ ഉദ്ദേശം എല്ലാ തരത്തിലും. അപ്പോൾ സുഖലോലുപത, ലക്ഷറി യാതൊരു കുഴപ്പം കൂടാതെ ഉണ്ടാകാതിരിക്കാനാണ് ഇവരേറ്റവും മുകളിൽ ഇവരെ പ്രതിഷ്ഠിച്ചത്. അപ്പം അവരുടെ യാതൊരു അഡ്വഞ്ചറും നടത്തേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ യാതൊരു സ്ട്രെയിനും എടുക്കേണ്ട കാര്യമില്ല. അവർ വെറുതെ എന്തെങ്കിലുമൊക്കെ ഉപദേശിച്ചുകൊണ്ടിരിക്കുക, മറ്റുള്ളവർക്ക് അവരെ എപ്പോഴും ഉപദേശിക്കുക, അല്ലെങ്കിൽ തീരുമാനങ്ങൾ എടുക്കുക. അതിനുള്ള കഴിവും അതിനുള്ള അവസരം അവർക്ക് കിട്ടും. രാജാവാണെങ്കിൽ ഭരിക്കണം, ടെൻഷൻ എടുക്കണം. അതുപോലെ എന്തെങ്കിലും എപ്പോഴും യുദ്ധം വന്നാൽ അതിനെ ഡിഫെൻഡ് ചെയ്യണം, അല്ലെങ്കിൽ ആക്രമിക്കണം. അപ്പോൾ വെട്ടും കുത്തുവേക്കും, ചതവേക്കും, മുറിവേക്കും. അപ്പോൾ ഇവർക്കിതൊന്നും വേണ്ട, ആ സമയത്ത് കകത്തിരുന്നാൽ മതി. വെട്ടും ഇല്ല, മുറിവും ഇല്ല, ഒന്നുമില്ല. അപ്പം അങ്ങനെയും ശരീരത്തിന് യാതൊരു കേടുപാടും ഒന്നും ഉണ്ടാകത്തില്ല. ഇതിനു വേണ്ടിയാണ് ഇവർ ഈ ക്ഷത്രിയന്മാർക്ക് രാജ്യം ഭരിക്കാനായിട്ട് കൊടുക്കുകയും ഇവർ വെറുതെ ഉപദേശകന്മാരായിട്ട് ഇരുന്നത് ഏറ്റവും ടോപ്പ്. അപ്പോൾ എല്ലാ തരത്തിലുള്ള സുഖം അനുഭവിക്കാൻ ഇവർക്ക് പറ്റുകയും ചെയ്യും. യാതൊരു തരത്തിലുള്ള നഷ്ടമൊട്ടും ഉണ്ടാകത്തുമില്ല. അപ്പോൾ പുരോഹിതന് പൂജ, യാഗം, ഉപദേശം, മറ്റ് കാർമ്മികത്വങ്ങളൊക്കെ ചെയ്താൽ മതി. തടികേടാകുന്ന ഒരു പണിക്ക് ഇവരില്ല. അങ്ങനെ ബ്രാഹ്മണൻ അടിസ്ഥാന സവിശേഷത ഈ അലസത, അത് എടുത്തു കാണിക്കുന്ന ആശയമാണ് ഈ വർണ്ണവ്യവസ്ഥ. വർണ്ണവ്യവസ്ഥ നോക്കിയറിയാം, അവർ അലസന്മാരാണ്. അതുകൊണ്ടാണ് അവർ ഏറ്റവും ടോപ്പിൽ ഇങ്ങനെ ഇരിക്കുന്നത്. അവർക്ക് പ്രത്യേകിച്ച് വേറെ പണികളൊന്നുമില്ല. ഈ ഗോത്രഭരണകാലത്ത് അതൊക്കെ നല്ലതായിരുന്നു, അല്ലെ? അന്നത്തെ ചുറ്റുപാട് അനുസരിച്ച്, അന്നത്തെ ആ സാഹചര്യം അനുസരിച്ചാണ് ഇവർ ഈ വർണ്ണവ്യവസ്ഥ ഉണ്ടാക്കിയത്. ഇത് ദൈവം ഉണ്ടാക്കിയതെന്ന് പറഞ്ഞിട്ട് ഇത് പറയുന്നത്, കൃഷ്ണൻ ഉണ്ടാക്കിയതെന്ന് പറയുന്നത് ഇങ്ങനെ. പക്ഷേ ഇവർ തന്നെ ഉണ്ടാക്കിയത്. കാരണം അന്നത്തെ ഗോത്രഭരണകാലത്ത് ആ സിറ്റുവേഷൻ അനുസരിച്ച് അവർ എടുത്ത തീരുമാനം അന്ന് ശരിയായിരുന്നു. പക്ഷേ പിന്നീട് അത് വളരെ വിഡ്ഢിതമായി തീർന്നത് അവർക്ക് തന്നെ മനസ്സിലായി. പിന്നീട് 16 ജനപദങ്ങളൊക്കെ ഉണ്ടായി. അതിനകത്ത് 4 ജനപദങ്ങൾ വലിയ ജനപദങ്ങളായി വരുന്നു. അതൊക്കെ പിന്നെ ഇത് വലിയ വലിയ രാജ്യങ്ങളായി രൂപം പ്രാപിച്ചു. പിന്നെ ഈ കിങ്ഷിപ്പ് ഉണ്ടാകുന്ന സാഹചര്യങ്ങളുണ്ടായി, രാജഭരണങ്ങളുണ്ടായി ഒക്കെ ചെയ്യും. അങ്ങനെയുള്ള ആ സമയത്ത് ഈ കിങ്ഷിപ്പ് ഉണ്ടാക്കിയതൊന്നും ബ്രാഹ്മണനോ അല്ലെങ്കിൽ ഈ ക്ഷത്രിയന്മാരാണ് രാജഭരണം. പക്ഷേ ഒരു ക്ഷത്രിയനും ഒരു രാജഭരണത്തിലും കൈകടത്താനോ അല്ലെങ്കിൽ രാജഭരണം ഉണ്ടാക്കാനോ കഴിഞ്ഞില്ല. ഇവരിങ്ങനെ ഒരു വർണ്ണസിസ്റ്റം ഉണ്ടാക്കിയെങ്കിൽ പോലും ഒരു ക്ഷത്രിയന് പോലും ഈ 16 ജനപദങ്ങളിൽ എങ്ങും രാജഭരണം നടത്താനായിട്ട് ഇവർ പറ്റില്ല, കിങ്ഷിപ്പ് ഉണ്ടാക്കാൻ പറ്റില്ല. പല സ്ഥലത്തും ഗോത്രരാജാക്കന്മാരായിട്ട് ഇരുന്നിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ വലിയ സെറ്റപ്പ് വന്നപ്പോഴത്തേക്കും അവിടെ വന്ന രാജാക്കന്മാരെല്ലാം ഇവരായിരുന്നു, നാഗവംശികളായിരുന്നു, അല്ലെങ്കിൽ ദ്രവീഡിയൻസ് ആയിരുന്നു. ശൂദ്രന്മാരാണ് രാജഭരണം തുടങ്ങിയത്, രാജവംശം സ്ഥാപിച്ചതൊക്കെ. അത് BC 7 നൂറ്റാണ്ട് തൊട്ട് 2ാം നൂറ്റാണ്ട് വരെ ഏതാണ്ട് 500 വർഷക്കാലം, നീണ്ട 500 വർഷക്കാലം നോർത്ത് ഇന്ത്യയിൽ ഭരണം നടത്തിയിരുന്ന എല്ലാ രാജവംശങ്ങളും നാഗവംശി രാജവംശങ്ങളായിരുന്നു. നാഗവംശി എന്ന് പറഞ്ഞാൽ ഈ ശൂദ്രന്മാർ അല്ലെങ്കിൽ ദ്രവീഡിയൻസ് ആയിരുന്നു. അപ്പം അതോടുകൂടി ഈ ബ്രാഹ്മണിസം അല്ലെങ്കിൽ ക്ഷത്രിയന്മാർക്കും ബ്രാഹ്മണനും പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാതായി. ആശയപരമായും അധികാരപരമായും സാമ്പത്തികമായും വിദ്യാഭ്യാസപരമായും തൊഴിലും അന്തസ്സും ഒന്നും അവർക്കില്ല. അതെല്ലാവരും നഷ്ടപ്പെട്ടു പോയി. കാരണം ഈ രാജാക്കന്മാരെല്ലാം ബ്രാഹ്മണ വിരോധികളായിരുന്നു. ബ്രാഹ്മണർ അതുവരെ ചെയ്തുകൊണ്ടിരുന്നതെല്ലാം തട്ടിപ്പും അതുപോലെയുള്ള ചൂഷണ രീതികളായിരുന്നു എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ശ്രമണ പാരമ്പര്യത്തിൽ നിന്ന് വന്ന ഈ ശൂദ്രന്മാർ അല്ലെങ്കിൽ ഈ നാഗവംശികൾ അല്ലെങ്കിൽ ഈ ദ്രവീഡിയൻസ് അവർ രാജഭരണം തുടങ്ങിയപ്പോഴത്തേക്കും ഒരൊറ്റ ബ്രാഹ്മണനെ അടുപ്പിച്ചില്ല. ഞങ്ങൾക്ക് ഉപദേശകനും വേണ്ട, ഞങ്ങൾക്ക് സൈന്യാധിപനും വേണ്ട, ഞങ്ങൾക്ക് മന്ത്രിയും വേണ്ട, ഒന്നും വേണ്ട. ഇതെല്ലാം അവർ സ്വന്തം സമുദായത്തിൽ നിന്നുള്ള ആൾക്കാരെ വെച്ചത്. ബ്രാഹ്മണരുടെ തട്ടിപ്പ് നടത്തുന്ന ബ്രാഹ്മണരുടെ ഒരു സഹായം ഞങ്ങൾക്ക് വേണ്ടതെന്ന് അവരെല്ലാം തീരുമാനിച്ചു. ഈ പറഞ്ഞ ധാരാളം രാജവംശങ്ങളുണ്ട്. അവിടെ എങ്ങും തന്നെ ബ്രാഹ്മണന് യാതൊരു പണിയില്ലായിരുന്നു, ക്ഷത്രിയനുമില്ലായിരുന്നു. അപ്പോൾ തൊഴിൽ അന്തസ്തൊന്നുമില്ലാതെ അധികാരമൊന്നും കയ്യിലെത്ത ആ അവസ്ഥ അന്നേരമാണ് അവർ മനസ്സിലായത്. പണ്ട് ഇത് നാടുവാഴികളായിരുന്ന സമയത്ത് അവരെയൊക്കെ ഉപദേശിച്ചുകൊണ്ട് ഇരിക്കുകയും നമ്മൾ കണ്ട് പരശുരാമൻ്റെ കാലത്തൊക്കെ ടാക്സി പിരിക്കുന്ന പണി, അതുപോലെ പല പണികളും ഉപദേശങ്ങൾ ചെയ്യുന്നതൊക്കെ അവരായിരുന്നു. പക്ഷേ കിങ്ഷിപ്പ് വന്നതോടുകൂടി, ശരിക്കും കിങ്ഷിപ്പ് വന്നതോടുകൂടി അവർ പണിയില്ലാത്തവരായി. അങ്ങനെ അവർ 1-2 വർഷമൊന്നുമല്ല, 500 വർഷം അവർ താണ്ടി. അപ്പം കയ്യിലെ അധികാരമില്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട് അവർ സ്വയം മനസ്സിലാക്കാൻ ഇതൊരു കാരണമായി.
അപ്പോൾ ഏത് വിധേനയും ഏത് കുത്സിത നീക്കത്തിലൂടെയും ചതിയിലൂടെയും വഞ്ചനയുടെയും അധികാരം പിടിച്ചെടുക്കണം എന്ന് അവർ തീരുമാനിച്ചു. ഈ 500 വർഷത്തെ കാലയളവിലാണ് അവർ തീരുമാനിച്ചത്. ഇനി അപ്പോൾ അവരെന്താ വെച്ചാൽ അധികാരം നമ്മുടെ കയ്യിൽ വേണം, അതായത് രാജാധികാരം നമ്മുടെ കയ്യിൽ വേണം അവർ തന്നെ തീരുമാനിക്കുകയാണ്. അപ്പോൾ അവർ തന്നെ ഉണ്ടാക്കിയ ഈ വർണ്ണവ്യവസ്ഥയിൽ അധികാരം ആക്ച്വലി ആരുടെ കയ്യിലായിരുന്നു? ആ വർണ്ണവ്യവസ്ഥ അനുസരിച്ച് ഇരുന്നത് ക്ഷത്രിയരുടെ കയ്യിലാണ്. ഇവർ പൂജയും മറ്റു കാര്യങ്ങൾ നടത്തിയിരുന്നത്. അപ്പം അവർ ആ ക്ഷത്രിയർക്ക് വേണ്ടി അധികാരം കൊടുക്കാൻ ഇപ്പോൾ തയ്യാറില്ല. അധികാരം നമ്മുടെ കയ്യിൽ തന്നെ വേണം, അധികാരം ഉണ്ടെങ്കിലേ കാര്യമുള്ളൂ എന്ന് അവർ ഈ 500 വർഷം കൊണ്ടാണ് അവർ മനസ്സിലാക്കിയത്. അപ്പം അവരുണ്ടാക്കി വെച്ച ആ വർണ്ണ സിസ്റ്റം അവർ തന്നെ തകർക്കുകയാണ് ചെയ്തത്. അതാണ് പിന്നെ ചരിത്രം കാണിക്കുന്നത്. അപ്പോൾ ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കും എന്ന ഒരു തിയറി ഉണ്ടാക്കി. അപ്പം അധികാരം വെട്ടിപ്പിടിക്കാൻ കൈപ്പിടിയിൽ ഒതുക്കാൻ വേണ്ടി ഇത്തരം ധാർമ്മിക ബോധമായിരുന്നു അവരെ നയിച്ചിരുന്നത്. ഏത് ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കുന്നത്. എന്നാൽ അവരെക്കാളൊക്കെ ശക്തരും മിടുക്കരുമായ ദ്രാവിഡ രാജാക്കന്മാരായിരുന്നു ഈ 500 വർഷം നോർത്ത് ഇന്ത്യ ഭരിച്ചുകൊണ്ടിരുന്നത്. അവർ നമുക്കറിയാം ഇത് ആ നീണ്ട കാലയളവിൽ ബ്രാഹ്മണിസത്തിന് നിവർന്നു നിൽക്കാൻ പോലും അവസരം ഇല്ലാതാക്കി, അല്ലെങ്കിൽ ഇല്ലാതാക്കി ദ്രാവിഡ രാജാക്കന്മാരെ നിഗ്രഹിക്കാൻ, അല്ലെങ്കിൽ ഇവർക്ക് എന്തുകൊണ്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇവരുടെ വീക്ഷണത്തിൽ നോക്കിയാണ് അധർമ്മമായിരുന്നു നിലനിന്നിരുന്നത്. കാരണം അവർക്ക് പ്രിവിലേജസ് ഇല്ല, അവർക്ക് ജോലിയില്ല, വരുമാനമില്ല, അവരുടേതായിട്ടുള്ള ഇത് യാഗം, യജ്ഞം, അല്ലെങ്കിൽ മൃഗബലി, അല്ലെങ്കിൽ മറ്റ് നരബലി ഇതൊന്നും നടത്താനുണ്ട് അവർക്ക് അവകാശമില്ല, അല്ലെങ്കിൽ അതിൽ നിന്ന് അവരെ ബാൻ ചെയ്യുകയൊക്കെ ചെയ്യുന്നു. ഈ ദ്രാവിഡ രാജാക്കന്മാരില്ലാതെ ബാൻ ചെയ്തിരുന്നു. അപ്പം അങ്ങനെ നോക്കുമ്പോൾ അത് അധർമ്മമാണ്, അല്ലെങ്കിൽ അവരുടെ നോട്ടത്തിൽ അധർമ്മമായിരുന്നു. ഇവിടെ അധർമ്മമാണെങ്കിൽ പോലും, മൂല്യച്യുതി ഉണ്ടായെങ്കിൽ പോലും ഈ രാജാക്കന്മാരോട് എതിരിടാൻ ഇവരുടെ ശക്തിയില്ലായിരുന്നു. അങ്ങനെ 500 വർഷം വരും. അതുകൊണ്ട് അവതാരപുരുഷനൊന്നും അവതാരം എടുക്കാനായിട്ട് യാതൊരു ചാൻസും ഇല്ലായിരുന്നു. വിഷ്ണു ഒരു മാഫിയ തലവനായിരുന്നു. അപ്പോൾ പക്ഷേ വിഷ്ണുവിൻ്റെ മാഫിയ കൊണ്ട് ഈ പറയുന്ന രാജാക്കന്മാരെ എതിരിടാനുള്ള ശക്തിയൊന്നുമില്ലായിരുന്നു. ചെറിയ ചെറിയ നാട്ടുരാജാക്കന്മാരെ എതിരിട്ട് ഏതെങ്കിലും ചതിയിലൂടെ കീഴ്പ്പെടുത്തി കൊല്ലമായിരുന്നു. പക്ഷേ അശോകനെ പോലുള്ള രാജാവ്, ബിംബിസാറിനെ പോലെ രാജാവ്, ചന്ദ്രഗുപ്ത മൗര്യനെ പോലുള്ള രാജാവ്, അജാതശത്രുവിനെ പോലുള്ള ഇങ്ങനെയുള്ള രാജാക്കന്മാരെ നേരിടാനുള്ള ശക്തി അവർക്കൊക്കെ 4 ആർമി ഉണ്ടായിരുന്നു. അങ്ങനെയുള്ളവരെ എതിരിടാനോ മല്ലിടാനോ അവരുടെ നേരെ നിൽക്കാൻ പോലുള്ള ശക്തി ഈ മാഫിയ സംഘത്തിൽ ഇല്ലാത്തതുകൊണ്ട് അന്ന് അവതാരങ്ങളൊന്നും എടുത്തില്ല. അല്ലെങ്കിൽ അവതാരം അവരുടെ മുമ്പിലൊന്നും ചിലവാകത്തില്ലായിരുന്നു. അത്രയ്ക്ക് വലിയ വലിയ രാജാക്കന്മാരായിരുന്നു ഇവർ. അവതാരം എടുക്കുന്ന പോയിട്ട് ജീവൻ രക്ഷിക്കാൻ വേണ്ടി പലായനം പോലും ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് നോർത്ത് ഇന്ത്യയിൽ നിന്ന് ഈ ബ്രാഹ്മണർ സൗത്ത് ഇന്ത്യയിൽ എത്തിയത്. നന്ദ രാജാവായ മഹാപദ്മനന്ദയുടെ കാലത്ത് അവിടുന്ന് ഓടിപ്പോകുന്നതാണ്. അദ്ദേഹത്തെ കലി എന്ന് വിളിച്ചിട്ട് അവിടുന്ന് തല പൊട്ടിത്തെറിക്കാൻ യാഗം ചെയ്യുകയും ഉടനെ അദ്ദേഹത്തിൻ്റെ മഹാപദ്മനന്ദയുടെ തല പൊട്ടിത്തെറിക്കാൻ ബ്രാഹ്മണർ യാഗം ചെയ്യുകയും, യാഗം ചെയ്ത് വിവരം അറിഞ്ഞ് മഹാപദ്മനന്ദ അവിടെ വരികയും എല്ലാ ബ്രാഹ്മണരെയും പുറത്തടിച്ച് ഗത കൊണ്ടടിച്ച് അവരെല്ലാം ഓടിച്ച് വിടുകയൊക്കെ വെച്ചു. അവരെ തന്നെ തലതല്ലി പൊട്ടിച്ചു. അപ്പോൾ അവിടുന്ന് പിന്നെ രക്ഷപ്പെട്ട് അദ്ദേഹത്തെ കലി എന്ന് വിളിച്ചു. കലി എന്ന് പറഞ്ഞ അയാളാണ് കലിയുഗം. അന്നുകൊണ്ടാണ് കലിയുഗം തുടങ്ങിയത്. ഈ അവിടുന്ന് അയാളിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടാണ് ഇവരെല്ലാം ഈ നോർത്ത് ഇന്ത്യയിൽ നിന്ന് സൗത്ത് ഇന്ത്യയിലേക്ക് ഓടിപ്പോകുന്നത്. അങ്ങനെയാണ് ഈ പരശുരാമൻ വരുന്നതിന് ഏതാണ്ട് 100 വർഷം മുമ്പ് BC 341-340 ഇവർ പലായനം ചെയ്താണ് ഈ സൗത്ത് ഇന്ത്യയിലേക്ക് ഓടി വന്നത്. അങ്ങനെ അതാണ് പരശുരാമൻ ഇവിടെ വന്നപ്പോൾ തന്നെ ഇവിടെ ഓൾറെഡി ബ്രാഹ്മണർ സൗത്ത് ഇന്ത്യയിലുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള അതായിരുന്നു അവിടുത്തെ അപ്പോഴത്തെ സിറ്റുവേഷൻ. അങ്ങനെ ബുദ്ധിസത്തോടും ക്ഷത്രിയരോടും ജൈനസത്തോടും സകലരോടും തീർത്താൽ തീരാത്ത പകമയെ ബ്രാഹ്മണൻ കാലം നീക്കി. അപ്പോൾ ഇവർക്ക് ധാരാളം ശത്രുക്കളുണ്ടായി. ഒന്ന് കൂടെ നിൽക്കുന്ന ഒരു തന്നെ ശത്രുക്കളായി. കാരണം ഈഗോ മൂലം, അത് ക്ഷത്രിയരാണ്. പിന്നെ ഇവർക്ക് യാതൊരു പ്രിവിലേജസും, ഇവരെ അംഗീകരിക്കാത്ത, ഇവരെ എപ്പോൾ തള്ളിക്കളയുന്ന ബുദ്ധ രാജാക്കന്മാരും ബുദ്ധജനങ്ങളും. അതുപോലെ ഇവരുടെ യാതൊരു പരിപാടിയും ചിലവാകാത്ത മറ്റൊരാണ് ജൈനന്മാരും. ഈ ജൈനന്മാരും ബുദ്ധന്മാരും കുലശത്രുക്കളായി. അതുപോലെ തന്നെ ക്ഷത്രിയരും ഇപ്പം കൂടെ നടന്ന അതും ശത്രുക്കളായി. അങ്ങനെ എല്ലാ ശത്രുക്കളായി. അങ്ങനെ സകലതിനോടും ശത്രുത പുലർത്തി പക മനസ്സിൽ സൂചിച്ചുകൊണ്ട് കാലം കഴിച്ചു കൂട്ടി. അവർ 500 വർഷക്കാലം കഴിച്ചു കൂട്ടി. പിന്നെ എന്ത് ചെയ്യും, BC 268 മുതൽ 232 വരെ അന്ന് ഭരിച്ചത് വരുന്നത് എംപറർ അശോകയായിരുന്നു. അക്കാലത്തൊന്നും യാതൊരു പണിയും നടന്നില്ല. 232 മുതൽ 224 വരെ ദശരഥ മൗര്യയായിരുന്നു. 224 മുതൽ 215 വരെ സമ്പ്രതി മൗര്യയായിരുന്നു. 215 മുതൽ 202 വരെ ശാലിശുക്ല മൗര്യയായിരുന്നു. 202 മുതൽ 195 വരെ ദേവവർമ്മൻ മൗര്യയായിരുന്നു. 195 മുതൽ 187 മുതൽ ശതധാവൻ വർമ്മയായിരുന്നു, മൗര്യയായിരുന്നു. 187 മുതൽ 185 വരെ ബൃഹദ്രഥ എന്ന് പറയുന്ന മൗര്യ രാജാവായിരുന്നു. ഈ ബൃഹദ്രഥയ്ക്ക് ഒരു അബദ്ധം പറ്റി. അദ്ദേഹം BC 187 രാജാവ് കഴിഞ്ഞപ്പോഴത്തേക്കും, കുറച്ചാൾ കഴിഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹം ഒരു പെണ്ണിനെ ഇഷ്ടപ്പെട്ടു. ആ പെണ്ണിനെ പ്രേമിച്ച് കല്യാണം കഴിച്ചു.
പക്ഷേ അയാൾ സുന്ദരിയായ അവരുടെ സൗന്ദര്യം കണ്ടുകൊണ്ട് എന്നെ പ്രേമിച്ച് കല്യാണം കഴിച്ചത്. പക്ഷേ അദ്ദേഹം അറിഞ്ഞില്ലത് ഇതൊരു ബ്രാഹ്മണ സ്ത്രീയാണെന്ന്. ഏതായാലും ബ്രാഹ്മണ സ്ത്രീ കല്യാണം കഴിക്കുമ്പോൾ ഒരു ഉപാധി വെച്ചു. ഇതിങ്ങനെയായിരുന്നു: എൻ്റെ ബ്രദർ പണിയൊന്നുമില്ലാതെ നിൽക്കുക, അയാൾക്ക് നിങ്ങളെ സൈന്യാധിപനാക്കാമെങ്കിൽ എന്നെ കല്യാണം കഴിയാൻ സമ്മതിക്കാമെന്ന് പറഞ്ഞു. ഏക്ക് മറ്റു നിവൃത്തിയൊന്നുമില്ല, ഈ പെണ്ണിനെ ഏക്ക് വേണമായിരുന്നു. അതുകൊണ്ട് ഇയാൾ പറഞ്ഞു ശരി, സമ്മതിച്ചു. അങ്ങനെ ഈ പെണ്ണിൻ്റെ, ഈ ഭാര്യയാകാൻ പോകുന്ന പെണ്ണിൻ്റെ ആങ്ങള പുഷ്യമിത്ര ശുങ്കൻ എന്ന് പറഞ്ഞ് അയാളെ സൈന്യാധിപനാക്കിയിട്ട് ഈ പെണ്ണിനെ കല്യാണം കഴിച്ചു. ഇവരും ബ്രാഹ്മണനായിരുന്നു. അപ്പം ബ്രാഹ്മണൻ അങ്ങനെയാണ് ആദ്യമായി ഒരു അവസരം കിട്ടുന്നത് ഇങ്ങനെ ഈ നാഗവംശ രാജാക്കന്മാരുടെ കീഴിൽ ജോലി ചെയ്യാനായിട്ട്. അവൻ വന്നതോടുകൂടി മറ്റുള്ള ബ്രാഹ്മണർക്കായിട്ട് ഇവരെ ഗൂഢാലോചനകളൊക്കെ നടത്തി എങ്ങനെയും അട്ടിമറി നടത്തി ഭരണം പിടിക്കുന്നതായിരുന്നു ഉദ്ദേശം. അങ്ങനെ ആ സമയത്ത് ഇവനെന്ത് ചെയ്തു? അപ്പോൾ ഈ സമയത്താണ് മറ്റുള്ള ആൾക്കാർ അവിടെ മറ്റ് പല ആഭ്യന്തര യുദ്ധങ്ങളും ആഭ്യന്തര കലഹവും ഒക്കെ നടന്നു. അപ്പോഴത്തേക്ക് ഒരു ദിവസം ഈ ബൃഹദ്രഥ 187 രാജാവായത്. ഈ 2 വർഷം കൊണ്ട് പല ഗൂഢാലോചനകളും പല തന്ത്രങ്ങളൊക്കെ ഒരുക്കി. അപ്പോഴത്തേക്ക് അവിടെ ചില റൈറ്റ്സും അല്ല ആഭ്യന്തര കലഹവും ഒക്കെ ഉണ്ടായി. കാരണം അത്രയ്ക്ക് മികച്ച രാജാവൊന്നും അല്ലേ ബൃഹദ്രഥ, അശോകനെ പോലെ. പലതരത്തിലുള്ള ആഭ്യന്തര കലഹങ്ങൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ടായി. പല ക്ഷത്രിയ രാജാക്കന്മാരും തലപൊക്കി. അങ്ങനെയൊക്കെ ഉള്ളപ്പോഴത്തെ ആ സമയത്ത് ഇവർ ക്ഷത്രിയരെ ഓൾറെഡി ഇവർക്ക് ഈ പുഷ്യമിത്ര ശുങ്കനും ബ്രാഹ്മണർക്കും എതിരാണ്. അങ്ങനെ വരുമ്പോഴത്തേക്ക് ചില കൊലപാതകങ്ങളൊക്കെ നടന്നു. അപ്പോഴത്തേക്കും പറഞ്ഞത് ക്ഷത്രിയന്മാരെല്ലാം ഇപ്പോൾ ഇളകും, ബ്രാഹ്മണരും ഇളകും, അവിടെ വലിയ ആഭ്യന്തര കലഹങ്ങളുണ്ടാകും, അതുകൊണ്ട് നമുക്ക് സൈന്യത്തെ ഒരുക്കി നിർത്തിയിട്ട് ഇവരെല്ലാം അടിച്ചമർത്തണം എന്ന് പറഞ്ഞു. ഈ ബൃഹദ്രഥ വിചാരിച്ചു ഈ പറയുന്നതൊക്കെ നേരെ ആയിരിക്കുന്ന അയാൾ വിചാരിച്ചു. അങ്ങനെ ഒരുക്കി നിർത്താൻ പറഞ്ഞു. അങ്ങനെ സൈന്യത്തെയൊക്കെ ഒരുക്കി നിർത്തി. അങ്ങനെ സൈന്യത്തെ ഒക്കെ ഒരുന്നിട്ട് ഗാർഡ് ഓഫ് ഓണർ സ്വീകരിക്കാൻ വരുമെന്ന് പറയുമ്പോഴത്തേക്കും ഇയാൾ ഗാർഡ് ഓഫ് ഓണർ സ്വീകരിക്കാനായിട്ട് പോയി. അങ്ങനെ സൈന്യത്തെ ഇങ്ങനെ നോക്കി, ഇങ്ങനെ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിഞ്ഞിങ്ങനെ സൈന്യത്തെ നോക്കി നടന്നപ്പോഴത്തേക്ക് ഈ പുഷ്യമിത്ര ശുങ്കൻ തന്നെ വാളൂരി അയാളുടെ മുമ്പിൽ നിന്ന് അയാൾ കുത്തിക്കൊണ്ടുപോയിരുന്നത്. അങ്ങനെ വെറും 2 വർഷം രാജഭരണം കഴിഞ്ഞതോടുകൂടി ഈ ബൃഹദ്രഥയെ ഈ പുഷ്യമിത്ര ശുങ്കൻ കുത്തിക്കൊന്നു. അതോടുകൂടി അട്ടിമറി നടന്നു. അങ്ങനെ ഇത് രാജ്യം പിടിച്ചെടുത്തു. അങ്ങനെ നടന്നിട്ട് ഇത് ശുങ്ക ഡൈനാസ്റ്റി BC 185 തുടങ്ങുന്നതാണ് ഈ പുഷ്യമിത്ര ശുങ്കൻ. ഇത് തുടങ്ങിക്കഴിഞ്ഞിട്ട് അപ്പോഴത്തേക്കും ബ്രാഹ്മണരെല്ലാം കൂടെ പുള്ളിയുടെ അടുത്ത് വന്നു. അവരെല്ലാം കൂടെ പിന്നെ ബ്രാഹ്മണ ഭരണം. അതോടുകൂടി അതുവരെ മൗര്യ സാമ്രാജ്യം ഇതിൻ്റെ ആയിരുന്നു, ബുദ്ധിസത്തിൻ്റെ ആയിരുന്നു. അങ്ങനെ ഇവരുടെ ബ്രാഹ്മണരുടെ കൈ കിട്ടി. അങ്ങനെ ബ്രാഹ്മണ കൈ കിട്ടിയപ്പോഴത്തേക്കും പിന്നെ എന്ത് ചെയ്യും, രാജ്യത്തിൻ്റെ പല ഭാഗത്തും ബ്രാഹ്മണർ ക്ഷത്രിയെ ആക്രമിച്ചു. അത് കഴിഞ്ഞപ്പോൾ കലാപങ്ങളുണ്ടാക്കി. അപ്പോൾ അവരുടെ പിന്നെ വൈരാഗ്യം തീർക്കാനാണ്, പിന്നെ നല്ല രീതിയിൽ ഭരണം നടത്താനല്ല. അത് ഏത് ബ്രാഹ്മണ രാജവംശങ്ങൾ വന്നാലും ഇന്ത്യയിൽ ഒരിക്കലും നല്ല ഭരണം അവർ കാഴ്ചവെച്ചിട്ടില്ല. അവർ മറ്റുള്ള ആൾക്കാരെ ഏത് സമുദായത്തോടാണ് അവർക്ക് വൈരാഗ്യം ഉണ്ടായിരുന്നത് ആ സമുദായത്തോടുള്ള വൈരാഗ്യം തീർക്കുക, പക തീർക്കാനാണ് അവർ കൂടുതൽ സമയം ചെലവഴിച്ചത്. ഇത് ഇദ്ദേഹം രാജാവ് വന്നതിന് ശേഷം ഉടനെ തന്നെ ജൈനന്മാരോടും ബുദ്ധന്മാരോടും ക്ഷത്രിയരോടും കണക്ക് തീർക്കാനുള്ള സമയം ചെലവഴിച്ചത്. അതിന് ശേഷം ധാരാളം അക്രമങ്ങൾ നടന്നു, രാജ്യത്ത് മുഴുവൻ അക്രമങ്ങൾ. സൈന്യത്തെ സജ്ജമാക്കി ഇതായിരുന്നു, എല്ലാവരും ഒതുക്കുകയായിരുന്നു ചെയ്തത്. ഭ്രാന്തമായ ആവേശത്തോടു കൂടിയായിരുന്നു പിന്നെ ഈ പുഷ്യമിത്ര ഭരണം നടത്തിയത്. ബുദ്ധസന്യാസിയുടെ തല വെട്ടിക്കൊണ്ടുവരികയാണെങ്കിൽ 100 സ്വർണ്ണ നാണയം പുള്ളി ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ധാരാളം ആൾക്കാർ ബുദ്ധസന്യാസിമാരുടെ തല വെട്ടിക്കൊണ്ടുവന്ന് 100 സ്വർണ്ണ നാണയങ്ങൾ വാങ്ങിച്ചിട്ട് പോയി. ചില ആൾക്കാർ ഒരു രാവിലെ കൊണ്ടുവരും തല, ഉച്ച കഴിഞ്ഞ് പിന്നെ വേറൊരാൾ കൊണ്ടുവരും, അയാളും ഒരു തല വെച്ചുകൊണ്ട് അയാൾ സ്വർണ്ണ നാണയം മേടിച്ചു. ഇങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്കും ഈ തല തിരിച്ച് കൊടുത്തു വിട്ടിരുന്നത് ആ തല കല്ലിൽ അടിച്ച് പൊട്ടിച്ച് കളയണം എന്ന് വെച്ചു. അങ്ങനെ കൊണ്ടുവരുന്ന തല കല്ലിൽ അടിച്ച് പൊട്ടിച്ച് കളഞ്ഞു. അങ്ങനെ ആ കല്ലിൽ തലയടിച്ച് പൊട്ടിച്ച് ആ ഓർമ്മയ്ക്കായിട്ടാണ് പിന്നെ നാളികേരം കല്ലിൽ അടിക്കുന്ന ഒരു സിസ്റ്റം അമ്പലങ്ങളൊക്കെ ഇപ്പം പ്രാക്ടീസ് ചെയ്തിരുന്നത്. അത് ഇതിൻ്റെ നിന്നാണ് മനുഷ്യൻ്റെ തല കല്ലിൽ അടിച്ച് പൊട്ടിക്കുന്നത്. ബുദ്ധ സന്യാസിമാരുടെ തല കല്ലിൽ അടിച്ച് പൊട്ടിക്കുന്ന ആ ഓർമ്മയ്ക്കായിട്ടാണ് അമ്പലത്തിൽ നാളികേരം കല്ലിൽ എറിഞ്ഞുടയ്ക്കുന്നത്. അതിൻ്റെ ആ പ്രാക്ടീസാണ്, സെയിം പ്രാക്ടീസാണ്. ബുദ്ധ സംസ്കാരത്തിൽ ജീവിച്ച മനുഷ്യർ കഴിഞ്ഞ 500 വർഷം കൊണ്ട് വിദ്യ നേടിയ ആൾക്കാർ, അല്ലെ ബോധം വന്ന ആൾക്കാർ, അല്ലെ ഉത്ബുദ്ധരായ ആൾക്കാരെയാണ് ഈ പുഷ്യമിത്രൻ പിന്നെ ഭരിക്കാൻ തുടങ്ങിയത്. ധാരാളം നീതികൾ ചുമത്തി, അതുപോലെ ഭയങ്കര ശിക്ഷ, കൊല, തീവെപ്പ്, വംശവെറി, പ്രതികാരം ഇങ്ങനെല്ലാം നടത്തുമ്പോൾ. പക്ഷേ ഇതൊന്നും ജനങ്ങളുടെ അടുത്തല്ല. ജനങ്ങളെല്ലാം വിദ്യയുള്ള ആൾക്കാരാണ്, ബോധമുള്ള ആൾക്കാരാണ്, വിദ്യാസമ്പന്നരാണ്. അങ്ങനെ ആൾക്കാർ അതിനെ ചെറുത്തു നിന്നു, പലതരത്തിലും ചോദ്യം ചെയ്തു. ചോദ്യം ചെയ്യപ്പോഴത്തേക്ക് അപ്പം
ഇവർക്ക് മനസ്സിലായി. വിദ്യാഭ്യാസവും വിവരവും ലഭിച്ച പൊതുജനം ഇതിനൊക്കെ ചോദ്യം ചെയ്തപ്പോഴത്തേക്ക്, എതിർക്കം ചെയ്തപ്പോഴത്തേക്കും ഇവർക്ക് ഒരു കാര്യം മനസ്സിലായി. വിദ്യാഭ്യാസം കൊണ്ടുണ്ടാകുന്ന ഗുരുതരമായ പ്രശ്നങ്ങൾ അത് ബ്രാഹ്മണാണെന്ന് മനസ്സിലായി. അതായത് ജനങ്ങൾക്ക് വിദ്യ ഉണ്ടെങ്കിൽ അതുകൊണ്ട് രാജാക്കന്മാർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകും എന്നുള്ള കാര്യം അന്നാണ് അവർ മനസ്സിലാക്കിയത്. ബുദ്ധിയുള്ള ജനങ്ങളാണെങ്കിൽ രാജാക്കന്മാർക്ക് പ്രശ്നമാണ്. കാരണം രാജാക്കന്മാർ ചെയ്യുന്ന എല്ലാ തെറ്റുകളെയും അവർ ചോദ്യം ചെയ്യും, അല്ലെങ്കിൽ അത് വിമർശിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് ജനങ്ങൾക്കൊരിക്കലും വിദ്യ ഉണ്ടാവരുത്, അല്ലെങ്കിൽ ബോധം ഉണ്ടാവരുത്. അതുപോലെ എല്ലാവരും അന്ധവിശ്വാസികളും അതുപോലെ പൊട്ടന്മാരുമായിട്ടുള്ള ജനങ്ങളെയാണ് ഭരിക്കാൻ നല്ലത്, അല്ലാത്തവരെ ഭരിക്കാൻ വലിയ ബുദ്ധിമുട്ടാണെന്നുള്ള കാര്യം അവരന്ന് തന്നെ മനസ്സിലാക്കി. അതായത് BC 2-ാം നൂറ്റാണ്ടിൽ തന്നെ ബ്രാഹ്മണൻ ഇത് മനസ്സിലാക്കി. അടിസ്ഥാന ജനതയ്ക്ക് ഒരിക്കലും വിദ്യാഭ്യാസം കൊടുക്കരുത്, അവർക്ക് കിട്ടിയാൽ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങളെക്കുറിച്ചുള്ള അവരന്ന് തന്നെ ബോധവാന്മാരായിരുന്നു. അതുകൊണ്ടാണ് അവർക്ക് എപ്പോഴൊക്കെ അധികാരം കിട്ടിയോ അന്നൊക്കെ അവർ ജനങ്ങളെ വിദ്യയിൽ നിന്ന് അകറ്റി നിർത്താൻ അവർ എപ്പോഴും ശ്രമിച്ചിട്ടുള്ളത്. ഇന്നും ഇതൊക്കെ തന്നെയാണ് സംഭവിക്കുന്നത്. അങ്ങനെ വിദ്യ കൊണ്ട് പ്രബുദ്ധരായവരെ, മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടി വാദിക്കുന്നവരെ, അനീതിക്കെതിരെ ശബ്ദമുയർത്തുന്നവരെ പാഠം പഠിപ്പിക്കാൻ വേണ്ടി അവരെന്ത് ചെയ്യണം? ഒരു സ്റ്റാറ്റ്യൂട്ടറി ലോ ഉണ്ടാക്കണം എന്ന് തീരുമാനിച്ചു. അങ്ങനെ ഒരു സ്റ്റാറ്റ്യൂട്ടറി ലോ ഉണ്ടാക്കാനുമ്പോഴത്തേക്കും അതിന് ഒരാളെ വിളിച്ചുകൊണ്ട് വന്നു. ഒരാൾ വന്നു, കലിംഗത്തിലെ രാജാവായ ശ്രാദ്ധദേവൻ, അല്ലെങ്കിൽ അത് സത്യവ്രതം എന്ന് അയാളെ വിളിക്കും, സത്യവ്രതം എന്നും ശ്രാദ്ധദേവൻ എന്ന് വിളിക്കുന്ന ഒരു അയാളെ വിളിച്ചുകൊണ്ട് വന്നു. അയാൾക്ക് ഇതുപോലെ ഈ ബുദ്ധജനങ്ങളെ, ജൈനന്മാരെ, അതുപോലെ ഉള്ള ആൾക്കാരുടെ അയാൾക്ക് വിരോധമായിരുന്നു. അയാളെ വിളിച്ചുകൊണ്ട് അയാൾ ഒരു സ്റ്റാറ്റ്യൂട്ടറി ലോ ഉണ്ടാക്കി. ആ സ്റ്റാറ്റ്യൂട്ടറി ലോ ആണ് മനുസ്മൃതി. അദ്ദേഹത്തിൻ്റെ പേര് തന്നെ മനു എന്നാക്കിയിട്ട് അദ്ദേഹം മനുസ്മൃതി എഴുതി. അത് മഗധി ലിപിയിൽ എഴുതിയത്, മഗധി ഭാഷയിലാണ് ഇത് എഴുതിയത്. ഇത് BC 180-175 കാലഘട്ടത്തിലാണ് ഇത് എഴുതിയത്. ഈ മനുസ്മൃതി എഴുതിയ ശേഷം ആ പുസ്തകം ബ്രാഹ്മണന്മാരെല്ലാം കുറേ ആൾക്കാർ വായിച്ചിട്ട് അതെല്ലാം അവർ അതിനകത്തിരിക്കുന്ന പോയിൻറ്റ്സുകളെല്ലാം അംഗീകരിച്ചു. അങ്ങനെ അത് പാടലിപുത്രത്ത് ബ്രാഹ്മണ സഭയിൽ അത് പൂജിച്ച് ഒരു സ്ഥലത്ത് ഇങ്ങനെ വെച്ചിട്ട് തന്നെ ആൾക്കാർ കാവലിൽ നിന്നു. അവരാകെ എഴുതിയ ഒരൊറ്റ പുസ്തകമാണ്. ബ്രാഹ്മണൻ ഒരിക്കലും പുസ്തകങ്ങൾ എഴുതില്ല, കാരണം അവർക്കറിയാവുന്ന അറിവ്, അത് എന്തുമായിട്ട് വിശദം, അത് സ്മൃതി അല്ലെങ്കിൽ ശ്രുതി സ്മൃതിയിൽ ഇങ്ങനെ തലയ്ക്കെത്ത് മാത്രം സൂക്ഷിച്ചു വയ്ക്കും. കാരണം മറ്റൊരാൾക്ക് വിദ്യ കൊടുക്കണം, അല്ലെങ്കിൽ ഈ അറിവ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അയാളോട് പറയും, ചെവിയിലൂടെ കേട്ട് അയാളും അത് ഹൃദയസ്ഥമാക്കി വയ്ക്കുക. അതാണ് ഈ പരിപാടി. സ്മൃതി അല്ലെങ്കിൽ ശ്രുതിയായിട്ട് പറയും, സ്മൃതിയിൽ വെക്കും. ഇതാണ് അദ്ദേഹം. പുസ്തകം എഴുതിയാൽ അത് ആരെങ്കിലും അടിച്ചുകൊണ്ട് പോകും, അല്ലാതെ മറ്റുള്ളവരും വായിക്കും. ഒരുത്തിന് വിദ്യ കൊടുക്കണം, ഒരുത്തിന് മാത്രം അത് പറഞ്ഞു കൊടുക്കുക, അവൻ കേൾക്കും, അവൻ അത് സൂക്ഷിച്ച് വയ്ക്കും മനസ്സിൽ, അപ്പോൾ അവന് മാത്രം വിദ്യയായി. അതല്ല ഒരു പുസ്തകം എഴുതിക്കാണല്ലോ, അത് 10 പേരോ 100 പേരോ വായിച്ചപ്പോൾ എല്ലാവരും ഇവരുടെ അനുവാദം ഇല്ലാതെ തന്നെ ഈ വിദ്യ സ്വീകരിക്കത്തില്ലേ? അപ്പോൾ അങ്ങനെ ഒരിക്കലും ഉണ്ടാവില്ല. അതുകൊണ്ട് ബ്രാഹ്മണർ ഒരിക്കലും പുസ്തകം എഴുതിയിട്ടില്ല. അതുകൊണ്ട് അവരുടെ സ്വന്തം ഭാഷയായ സംസ്കൃതത്തിൻ്റെ ഒരു ലിപി ഒരിക്കലും ഉണ്ടാക്കിയിട്ടില്ല. ഈ പറഞ്ഞ AD 12-13 നൂറ്റാണ്ട് വരെ അവർ പുസ്തകങ്ങളൊന്നും എഴുതിയിട്ടുമില്ല. ഒരു പുസ്തകത്തിന് അവരുടെ സ്വന്തം ഭാഷയ്ക്ക് ഉള്ള ഈ സംസ്കൃതത്തിന് ഒരു ലിപി പോലും അവരുണ്ടാക്കിയിട്ടില്ല. കാരണം ഇതാണ്. കാരണം വിദ്യ പ്രദർശനം നടത്തുകയാണെങ്കിൽ അതെല്ലാവരും വായിക്കും, എല്ലാവരും അറിവ് നേടുന്നു. അങ്ങനെ ഒരിക്കലും ഉണ്ടാകരുത്. അപ്പം ഇവർ പറയുന്ന ഈ BC 2-ാം നൂറ്റാണ്ടിൽ അത് എഴുതി, 4-ാം നൂറ്റാണ്ടിൽ ഇത് എഴുതി, അല്ലെങ്കിൽ രാമായണം 5000 വർഷം മുമ്പ് എഴുതി, മഹാഭാരതം 10000 വർഷം മുമ്പ് എഴുതി, അതൊക്കെ ശുദ്ധ തട്ടിപ്പ് നുണയായി. കാരണം ഇവരുടെ അടിസ്ഥാന തത്വം തന്നെ ഇതാണ്, വിദ്യ എപ്പോഴും രഹസ്യമായിട്ട് വയ്ക്കുക എന്നുള്ളതാണ്. അവർ പുസ്തകമേ എഴുതിയിട്ടില്ല. AD 12, 13, 14 നൂറ്റാണ്ടിലൊന്നും അവർ പുസ്തകങ്ങൾ എഴുതിയിട്ടില്ല. അല്ലെങ്കിൽ അന്ന് തൊട്ടാണ് അവർ പുസ്തകം എഴുതാൻ തുടങ്ങിയത്. അപ്പോൾ ഇവർ നേരത്തെ രാമായണം എഴുതി, BC 1-ാം നൂറ്റാണ്ട് എഴുതി, AD 2-ാം നൂറ്റാണ്ട് എഴുതി എന്നൊക്കെ പറഞ്ഞത് ഒന്നുമില്ല. ഇവരൊന്നും ഒരു പുസ്തകവും എഴുതിയിട്ടില്ല. എഴുതുക എന്നുള്ള ഇവരുടെ അടിസ്ഥാന തത്വത്തിന് എതിരാണ്. അതുകൊണ്ട് അവർ എഴുതിയിട്ടില്ല എന്നുള്ളതാണ് അതാണ് സത്യം. അപ്പോൾ ഈ മനുസ്മൃതി ആകെ എഴുതിയ പുസ്തകമാണ്, അതൊരു സ്റ്റാറ്റ്യൂട്ടറി ലോ ആണ്. അത് എഴുതിയിട്ട് അതവർ അവിടെ വെച്ചു, പൂജിച്ച് അവിടെ വെച്ചു, അതിന് ആൾക്കാരെ കാവലും നിർത്തി. അപ്പം അതിലെ തിയറികളായിരുന്നു അന്ന് സമൂഹത്തിൽ അവർ നടത്തിക്കൊണ്ടിരുന്നത്. വലിയ ടാക്സുകൾ, ആൾക്കാരെ ശിക്ഷിക്കുക, അല്ലെങ്കിൽ ആൾക്കാരുടെ കയ്യിൽ നിന്ന് ഇത് സ്വത്തും പണവും അല്ലെങ്കിൽ അതുപോലെയുള്ള സുഖമായിട്ട് ജീവിക്കുന്ന സാധനങ്ങളൊക്കെ അവർ സ്നാച്ച് ചെയ്യുക, അതൊക്കെ എടുത്തുകൊണ്ട് പോയാൽ ചോദ്യം ചോദിക്കരുത്, ചോദ്യം ചോദിച്ച് അവനെ ശിക്ഷിക്കുക, അല്ലെങ്കിൽ കൊലപാതകം നടത്തുക. ഇങ്ങനെയുള്ള കൊള്ളയും കൊലയും തീവെപ്പും ഇതെല്ലാം നടന്നപ്പോഴത്തേക്കും ഒരു ആക്ടിവിസ്റ്റ്, അയാൾ ഹയഗ്രീവൻ എന്ന് പറഞ്ഞ ആക്ടിവിസ്റ്റ് ഇതിനെതിരെ സമരം ചെയ്യാണ്ട് വരികയും അയാൾ ശക്തനായിരുന്നു. അയാൾ ഇതിനെതിരെ പ്രവർത്തനം തുടങ്ങുകയും ചെയ്തു. അയാൾ കുറച്ച് ആൾക്കാരെയൊക്കെ കൂട്ടിക്കൊണ്ടുവന്ന് ഈ മനുസ്മൃതിക്ക് കാവൽ നിന്ന ആൾക്കാരെയൊക്കെ അടിച്ച് ഓടിച്ചിട്ട് ഈ മനുസ്മൃതി എടുത്തുകൊണ്ട് അയാൾ പോയി.
അപ്പോൾ ഇവരാകെ എഴുതിയ ഒരൊറ്റ പുസ്തകമാണ് മനുസ്മൃതി. അപ്പോൾ അത് എടുത്തുകൊണ്ട് ആരാ പോയെന്ന് എങ്ങോട്ട് പോയെന്ന് ഒന്നും അറിയില്ല. ഇത് കാരണം ധാരാളം ബുദ്ധജനങ്ങളെയും ജനന്മാരെയും എല്ലാം ഇവർ തല്ലി എവിടെ ആരാണ്, അവൻ്റെ പേരെന്താണ്, അവൻ എവിടെ താമസിക്കുന്നത്, എങ്ങോട്ടാണ് കൊണ്ടുപോയി ധാരാളം ആൾക്കാർ തല്ലി ചതച്ചു, കുടിലിനൊക്കെ തീയിട്ടു. അങ്ങനെ ഭയങ്കര റൈറ്റ്സും ബഹളമൊക്കെ ആയപ്പോഴും ആർക്കും അറിയില്ല എങ്ങോട്ട് കൊണ്ടുപോയി, ഞങ്ങൾക്കൊന്നും അറിയില്ലെന്ന് അവർ. പക്ഷേ എന്നിട്ടും അവരെയൊക്കെ ശിക്ഷിച്ചു. അങ്ങനെ ഇവർ ദിവസങ്ങളോട് അന്വേഷിച്ചിട്ട് ഇത് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഈ മനുസ്മൃതി അവിടെ കൊണ്ടുപോയി എന്നറിയില്ല, ആര് കൊണ്ടുപോയി എന്നറിയത്തില്ല, ഒരാൾ എടുത്തുകൊണ്ട് പോയെന്ന് മാത്രമേ അറിയുള്ളൂ. അവസാനം ഇവരാരും അന്വേഷിച്ചിട്ട് കണ്ടുപിടിക്കാത്തതും അത് കിട്ടാത്തതുകൊണ്ട് പറഞ്ഞാൽ പിന്നെ വിഷ്ണുവിനെ വിവരം ചോദിച്ചു. വിഷ്ണുവിൻ്റെ ടീമും വന്നു, അവരും ഇവിടെ വന്നു, ഒത്തിരി അന്വേഷിച്ചു, ധാരാളം ആൾക്കാരെ പിടിച്ച് തല്ലിച്ചതച്ചു, ചോദ്യം ചെയ്തു, ഭീഷണിപ്പെടുത്തി. അതെല്ലാം ചെയ്തിട്ട് ഒന്നും മനസ്സിലാകുന്നില്ല. പിന്നെ ഇവർ പല സ്ഥലത്തും രാജ്യത്തിൻ്റെ പല സ്ഥലത്തും ഇങ്ങനെ നിരീക്ഷണം, ആ പ്രദേശം മുഴുവൻ എല്ലാവരും ആൾക്കാരെ അന്യോന്യം നിരീക്ഷിക്കാനായിട്ട് ആൾക്കാരെ ഏർപ്പാട് ചെയ്തു. അങ്ങനെ ഇവരുടെ ആൾക്കാർ അങ്ങനെ നിരീക്ഷിക്കുകയായിരുന്നു, എന്തെങ്കിലും വിവരം കിട്ടുന്നുണ്ടോ, ആരെങ്കിലും എവിടെയെങ്കിലും ഇത് കൊണ്ടുവച്ചായിട്ട് അറിയാമോ. അങ്ങനെ രഹസ്യമായിട്ട് നിരീക്ഷണം നടത്തി അവസാനം ഒരു സ്ഥലത്ത് നിന്ന് ചില വിവരം കിട്ടി. ഒരു സ്ഥലത്ത് ഒരു വലിയ ലേക്കുണ്ട്, ആ ലേക്കിൻ്റെ നടുക്ക് ഒരു വലിയ നദി, ആ നദിയുടെ നടുക്ക് ഒരു തുരുത്തുണ്ട്. നദിയുടെ നടുക്ക് ഒരു തുരുത്തുണ്ട്. ആ തുരുത്തിനകത്തേക്ക് ആഹാരം കൊണ്ട് പോകണം, ഇങ്ങനെ വള്ളത്തിൽ ആഹാരം കൊണ്ടുപോകണം കാണാമെന്ന് പറഞ്ഞു. പിന്നെ അത് നോക്കിയപ്പോഴത്തേക്കും ഇതുപോലെ ദിവസം 2-3 പ്രാവശ്യം അങ്ങോട്ട് ആഹാരം കൊണ്ടുപോകുന്നത് കാണാമെന്ന് പറഞ്ഞു. അപ്പോൾ ചിലപ്പം അവൻ അവരുടെ ഒളിച്ചിരിപ്പുണ്ടായിരിക്കും. അപ്പോൾ വിഷ്ണുവും കൂട്ടർ അവിടെ എത്തി. അപ്പോഴത്തേക്കും നദിയിൽ നിന്ന് കരയിൽ നിന്ന് കുറേ നീന്തി പോകണം, ഈ തുരുത്തിലേക്ക് പോകണം. തുരുത്തിലേക്ക് ഇതല്ലാതെ വേറെ ഒരു വള്ളമൊന്നും പോകുന്നില്ല. ഉടനെ ഇവരും അതിനകത്ത് കാണുമെന്ന് ആ വള്ളം പോയ അതേ ദിശയിലൂടെ ഇവരും വിഷ്ണുവും കൂട്ടരും കൂടെ നീന്തി അവിടെ ചെന്ന് ഈ തുരുത്തിൽ ചെന്ന് രഹസ്യമായിട്ട് അതിനടുത്ത് ചെന്ന് നോക്കുമ്പോഴത്തേക്കും ഇതുപോലെ ഒരുത്തന്നെ അവിടെ സുഖമായിട്ടൊരു കുടിലൊക്കെ കെട്ടി, കുടിലല്ല നല്ല രീതിയിൽ അവിടെ ഒരു വീട് പോലെയൊക്കെ ഉണ്ടാക്കി അതിനകത്ത് താമസിക്കുന്നുണ്ട്. അപ്പം ഇവരവിടെ ചെന്ന് അവനെ പിടിച്ചു, ആക്രമിച്ചു, ചോദിച്ചു. അപ്പോഴത്തേക്ക് അവൻ തന്നെയാണ് ഹയഗ്രീവൻ എന്നുള്ള കാര്യം അറിഞ്ഞു. അതുപോലെ ഈ എടുത്തുകൊണ്ട് പോയ പുസ്തകം അതും അവിടെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ അവിടുന്ന് അവനെ കൊന്നിട്ട് ആ പുസ്തകം കൊണ്ട് തിരിച്ച് ഇവിടെ വന്നു. അത് ബ്രാഹ്മണ സഭയിൽ കൊണ്ടുവന്ന് ഈ പുസ്തകം കൊണ്ട് വീണ്ടും കൊണ്ടുവച്ചു. അപ്പോൾ അത് വലിയൊരു സംഭവമായി. അപ്പം ഒരു മത്സ്യത്തിൻ്റെ കൂട്ട് അല്ലെ വെള്ളത്തിൽ കൂടെ ബോട്ടയിലോ അല്ല ഈ വള്ളത്തേലൊന്നും അല്ല പോയത്, പിന്നെ നീന്തിയായിരുന്നു മത്സ്യത്തിൻ്റെ കൂട്ട് തന്നെ പോയി അവിടെ ചെന്ന് അവിടെ പോയി ഈ മനുസ്മൃതി തിരികെ എത്തിച്ചു. അതോടെ അത് തിരികെ എത്തിച്ചതോടുകൂടി പിന്നെ ഭയങ്കര ഇതാണോ ഈ ചണ്ടാലൻ, ചാണക്യൻ, ചാമർ എന്ന് പറയുന്ന ഈ വർഗം, അവരാണ് അന്ന് എഡ്യൂക്കേഷനിൽ ഏറ്റവും ഉയർന്ന നിലയിലുണ്ടായിരുന്ന അവരാണ്. അവരുടെ വിദ്യാഭ്യാസത്തിൽ നിന്ന് ഒഴിവാക്കുക, അല്ലെങ്കിൽ വിദ്യയിൽ നിന്ന് അകറ്റി നിർത്തുക. അതുപോലെ തന്നെ സമ്പത്തുള്ള മനുഷ്യരെല്ലാം സമ്പത്തിൽ നിന്ന് അകറ്റി നിർത്തുക. അതുപോലെ വളരെ ഉന്നതമായ നിലയിൽ ജീവിക്കുന്ന ആൾക്കാരെല്ലാം അതിൽ നിന്ന് അവരെ അകറ്റി നിർത്തുക. ഇങ്ങനെയുള്ള പരിപാടിയെല്ലാം ചെയ്ത് അങ്ങനെയെല്ലാം വളരെ ഉയർന്ന നിലയിൽ ജീവിച്ച ആൾക്കാരെല്ലാം തീരെ അധപതനത്തിലാക്കുക. അങ്ങനെ ആ തിയറിയൊക്കെ ഇവരെ അഡോപ്റ്റ് ചെയ്ത് സമൂഹത്തിലെല്ലാം തിരിമറി നടത്തി. അതായത് ടോട്ടലി സ്ട്രക്ചർ തന്നെ അവർ മാറ്റിമറിക്കാൻ ഇവർ ഈ മനുസ്മൃതിയിലെ തത്വങ്ങൾ ഉപയോഗിച്ചു. അപ്പോൾ അതിനീചമായ തൊഴിലേക്ക് അവരെയൊക്കെ തള്ളിവിട്ടു. ഇവർ പക വീട്ടുകയോ ചെയ്തത്. അതായത് വിദ്യയും അതിനോടനുബന്ധിച്ച കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ചണ്ടാലന്മാരെയൊക്കെ ഇത് അഴുകിയ മാംസം തിന്നാനും അഴുകിയ ജീവികളിലൊക്കെ തൊലി ഉരിഞ്ഞെടുത്തിട്ട് അതുകൊണ്ട് ചെരുപ്പുണ്ടാക്കാനും അതുപോലെയുള്ള ജോലിക്കൊക്കെ പറഞ്ഞു വിട്ടു. അവരൊന്നും സാധാരണ ജോലിക്ക് പോലും അതുപോലെ അവരെയൊക്കെ സിറ്റിക്ക് വെളിയിൽ താമസിക്കണം, അല്ലെങ്കിൽ സിറ്റിക്കകത്ത് താമസിക്കരുത്, നഗരത്തിനകത്ത് താമസിക്കരുത്, അങ്ങനെയുള്ള നിയമങ്ങളൊക്കെ ഉണ്ടാക്കി അവരെ നഗരത്തിന് വെളിയിലേക്ക് പാർപ്പിക്കാനൊക്കെ വയ്ക്കും. അങ്ങനെ ചണ്ടാലൻ, ചാമറും ഈ ചാണക്യൻ എന്നൊക്കെ പറഞ്ഞാൽ ഈ ചണ്ടാലുള്ള വർഗത്തിനകത്തുള്ള സ്കോളേഴ്സാണ്. ചണ്ടാലന്മാർ 100% ആൾക്കാരും ഇത് എഡ്യൂക്കേറ്റഡ് ആണ്. അതിനകത്ത് തന്നെ പിന്നെ ഉന്നത വിദ്യാഭ്യാസം കിട്ടിയ ചില ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് കൊടുക്കുന്ന റാങ്കുകളാണ് ഈ ചാണക്യൻ എന്നുള്ളത്. ചാണക്യൻ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണനൊന്നുമല്ല, അത് ചണ്ടാല വർഗത്തിലെ തന്നെയുള്ള ഹൈ സ്കോളേഴ്സായിട്ടുള്ള അവർക്ക് കൊടുക്കുന്ന ഒരു ഹോണറേറിയം, അതാണ് ഈ ചാണക്യൻ എന്ന് പറയുന്ന ഒരു പദവിയാണ്. അങ്ങനെ ചണ്ടാല വർഗ്ഗത്തിൽ ധാരാളം ചാണക്യന്മാരുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം പിന്നെ നൂറ്റാണ്ടുകളെല്ലാം കഴിഞ്ഞ് 1000-1500 വർഷം കഴിയുമ്പോഴത്തേക്കും അതെല്ലാം തിരുവനന്തപുരത്ത് ചാണക്യൻ എന്ന് പറഞ്ഞ ബ്രാഹ്മണനാണ് നമുക്ക് എന്നൊക്കെ പറഞ്ഞ് ഫേക്ക് കഥകളൊക്കെ എഴുതി പല ചാണക്യന്മാരും ചാണക്യനൊക്കെ ഒരു നാടകം എഴുതി അതിലൂടെ ചാണക്യനൊക്കെ ഉണ്ടാക്കുന്നുള്ളൂ. ആ ചാണക്യാണ് ചന്ദ്രഗുപ്ത മൗര്യൻ്റെ മന്ത്രിയായിരുന്നു, അല്ലെ നന്ദരാജാവിൻ്റെ മന്ത്രിയായിരുന്നു. നന്ദരാജാവിനോടുള്ള വൈരാഗ്യം കൊണ്ടാണ് അദ്ദേഹം ചന്ദ്രഗുപ്ത മൗര്യനെ വിളിക്കുകയും അങ്ങനെ മൗര്യ
സാമ്രാജ്യം ഉണ്ടാക്കിയത്, ഇങ്ങനെ കള്ളക്കഥകൾ കേൾക്കുന്നുണ്ട്. ഇതൊന്നുമല്ല, ഇങ്ങനെ ഒരു ചാണക്യനെ അന്നൊന്നും ഉണ്ടായിരുന്നില്ല. അതന്നെയല്ല, നേരത്തെ പറഞ്ഞു അവരുടെ കാലഘട്ടത്തിലൊന്നും, ആ നേരത്തെ പറഞ്ഞ 500 വർഷക്കാലത്തിലൊന്നും ഒരു ബ്രാഹ്മണനും ഒരു തൊഴിലും ഇവരൊന്നും കൊടുത്തിരുന്നില്ല. ഇവരൊക്കെ ബ്രാഹ്മണ വിരോധികളായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു, ചന്ദ്രഗുപ്ത മൗര്യൻ്റെയൊക്കെ മന്ത്രി അതൊക്കെ വേറെ ആൾക്കാരായിരുന്നു. ഇതുപോലെയുള്ള മന്ത്രിമാരൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനത്തെ കള്ളക്കഥകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തായാലും അപ്പോൾ ഇങ്ങനെ ബുദ്ധമതക്കാരനായ ഹയഗ്രീവനെ പിടിക്കാൻ വിഷ്ണു വെള്ളത്തിലൂടെ ഇങ്ങനെ നീന്തിപ്പോയി. അങ്ങനെ അയാളെ കൊന്ന് ആ മനുസ്കൃതത്തെ തിരികെ എത്തിച്ചു. അപ്പോൾ അതൊരു വലിയ വിജയകഥയായിട്ട് എഴുതിയതാണ് ഈ മത്സ്യാവതാരം, അല്ല മറ്റൊന്നുമില്ല. പിന്നെ ഇത് നടന്നതെന്നാണ്, ഇത് BC 175 അടുത്ത് നടന്ന ഈ സംഭവമാണ് ദശാവതാരത്തിൽ ഒന്നാമതായിട്ട് കാണിക്കും. അപ്പോൾ ഇതെന്തിനാണ് ഇത് ഒന്നാമതായിട്ട് കാണിച്ചത്? അതാണ് രസം. അതായത് ബ്രാഹ്മണർക്ക് അതുവരെ ഒരു ഉൽപ്പത്തിക്കഥയോ ഒരു മനുഷ്യവംശത്തിൻ്റെ ഒരു ഉൽപ്പത്തിക്കഥ ബ്രാഹ്മണനുമായിട്ട് അന്ന് വരെ ഇല്ലായിരുന്നു. ബ്രാഹ്മണത്തിലെ പ്രഥമ പുരുഷൻ്റെ ഒരു ഉൽപ്പത്തിക്കഥ മെനഞ്ഞുണ്ടാക്കാൻ വേണ്ടിയാണ് ഈ ഗ്രീക്ക് എപ്പിക്സിലുണ്ടല്ലോ, ഗിൽഗമേഷ് എന്നൊക്കെ പറയും, അതുപോലെ ഒരു പ്രളയം, അതുപോലെ ഭഗവാൻ മത്സ്യമായിട്ട് അവതരിക്കുന്ന കഥയൊക്കെ എഴുതി ഉണ്ടാക്കിയത് ഇതിനെ സംബന്ധിച്ചാണ്. അപ്പോൾ ഇങ്ങനെ എഴുതി ഉണ്ടാക്കാൻ വേണ്ടി, ഒരു ഉൽപ്പത്തിക്കഥ ഉണ്ടാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ആദ്യത്തെ മനുഷ്യൻ മനു ആയിരുന്നു. ആ മനു ആണ് ആദ്യം ഉണ്ടായത്. ആ മനു എങ്ങനെയാണ് വന്നത്, അല്ലെങ്കിൽ മനുഷ്യൻ ഇത് ഒരു വലിയ പ്രളയം ഉണ്ടായപ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഒരു മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടി ഇത് വിഷ്ണു അവതാരം എടുത്തു. അങ്ങനെയൊക്കെ ഉൽപ്പത്തിക്കഥ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഈ മത്സ്യാവതാരം ആദ്യം കൊണ്ടുവന്നത്, ഒന്നാമതായിട്ട് കൊണ്ടുവന്നത്. അങ്ങനെ പ്രഥമ പുരുഷനായ മനുവിനെയും ഭാര്യ ശതരൂപയെയും ഭീകരമായ പ്രളയത്തിൽ നിന്ന് രക്ഷിക്കാനാണ് വിഷ്ണു മത്സ്യമായി അവതരിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് കഥ എഴുതി. എന്നാൽ ഈ BC 170 നടന്ന ഈ സംഭവം അത് സത്യയുഗത്തിലാണ് നടന്നതെന്ന് കാണിക്കാൻ വേണ്ടി എന്ത് ചെയ്തു, ഈ മനുവാണ് 175-170 കാലഘട്ടത്തിൽ ഈ മനുസ്മൃതി എഴുതിയെങ്കിലും അവർ പറഞ്ഞു അത് 7ാമത്തെ മനുവാണെന്ന് കാണിച്ചു. അതായത് അതിന് മുമ്പ് 6 മന്വന്തരങ്ങളുണ്ടായിരുന്നു. ആ 6 മന്വന്തരങ്ങൾക്ക് മുമ്പ് അന്നത്തെ മനുവാണ് ഇതുപോലെ വിഷ്ണുവായിട്ട് അവതരിച്ചത്. അപ്പോൾ എത്രയോ വർഷങ്ങൾ പുറകോട്ട് അവർക്ക് കാണിക്കാൻ പറ്റി. അങ്ങനെ കാണിക്കണമായിരുന്നു. കാരണം ഉൽപ്പത്തി കഥ, മനുഷ്യൻ്റെ ഉൽപ്പത്തി കഥ അവിടെ നിന്നാണ് തുടങ്ങുന്നതെന്ന് ഇവർക്ക് പറഞ്ഞു വെക്കണമായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ 6 മന്വന്തരങ്ങൾ ഇതിന് മുമ്പുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ഈ മനു, അതായത് മനുസ്മൃതി എഴുതിയ മനു 7ാമത്തെ മനുവാണ് എന്നൊക്കെ അവർ ഇതിനകത്ത് ഈ കഥയ്ക്കകത്ത് പറഞ്ഞു വയ്ക്കുന്നത്. അപ്പോൾ 7ാമത്തെ മനുവാണ് അദ്ദേഹത്തെ രക്ഷിക്കാൻ വിഷ്ണു മത്സ്യമായി എന്നൊക്കെ പറയുന്നു. ഇതിനുശേഷം ചിത്രകുലത്തിൻ്റെ അവതാരകഥയായ രാമായണം വായിച്ച പുഷ്യമിത്രൻ താനാണ് രാമനെന്ന് സ്വയം വിശ്വസിച്ചു. ഇതിനൊക്കെ ശേഷം രാമായണമൊക്കെ എഴുതിയ ക്ഷത്രിയ രാമായണമായിരുന്നു. ആ ക്ഷത്രിയ രാമായണമൊക്കെ ജനകനെയൊക്കെ കൊന്നിട്ട്, ക്ഷത്രിയ രാമായണം വിശ്വാമിത്രനെയും ജനകനെ കൊന്നിട്ട് ഈ പുഷ്യമിത്രൻ തന്നെയാണ് രാമായണം അടിച്ചുകൊണ്ട് പോയത് അവരുടെ. ആ രാമായണം, അതായത് ക്ഷത്രിയ രാമായണം, അതായത് ഇന്ന് കാണുന്ന രാമായണം അല്ല, ക്ഷത്രിയ രാമായണം അതിന് മുമ്പുണ്ടായിരുന്നു. ആ ക്ഷത്രിയ രാമായണം വായിച്ചിട്ട് ഈ പുഷ്യമിത്രശങ്കൻ തോന്നി ഞാൻ തന്നെയാണ് രാമൻ എന്ന് തോന്നി. അവിടെ അദ്ദേഹം അയലും ചെയ്തു. അന്ന് ഒരു വലിയ നഗരിയായിരുന്നു, സാക്കേത്ത് എന്ന് പറഞ്ഞ വലിയൊരു ബുദ്ധ നഗരിയായിരുന്നു. ആ നഗരിയിൽ പല പണി ഒക്കെ ചെയ്ത് അവിടെ ഓൾട്ടറേഷനൊക്കെ ചെയ്തിട്ട് ആ നഗരിയാണ് അവിടുത്തെ ബുദ്ധക്ഷേത്രങ്ങൾ അല്ലെ ബുദ്ധ ഇത് ഷിറീൻസൊക്കെ തല്ലിപ്പൊട്ടിച്ചിട്ടാണ് അവിടെ ആ നഗരം വീണ്ടും പണിതുയർത്തിയാണ് അത് അയോധ്യയാക്കി മാറ്റിയത്. അത് അന്നത്തെ രാമായണത്തിൽ, ക്ഷത്രിയ രാമായണത്തിൽ അയോധ്യയെക്കുറിച്ച് പറയുന്നുണ്ട്. അതുകൊണ്ട് സാക്കേത്ത് എന്ന നഗരത്തെ പുള്ളി അയോധ്യയാക്കി മാറ്റുകയായിരുന്നു. സാക്കേത്ത് എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധ നഗരിയായിരുന്നു. അതിനെ പുള്ളി അയോധ്യയാക്കി മാറ്റിയായിരുന്നു. അതുപോലെ സാക്കേത്തിൻ്റെ നഗരത്തിന് അടുത്തൂടെ ഒഴുകുന്ന ഒരു നദിയുണ്ട്, ഗാഗര നദി. ആ ഗാഗര നദി അയോധ്യയുടെ ഈ സാക്കേത്തിന് അടുത്തുകൂടിയാണ് ഒഴുകുന്നത്. അപ്പോൾ ആ സാക്കേത്തിന് അടുത്തുകൂടി ഒഴുകുന്ന നദിയുടെ അത്രയും ഭാഗത്തിന് പുള്ളി എന്ത് ചെയ്തു, സരയൂ നദി എന്ന് പേര് കൊടുത്തു. സരയൂ നദിയെക്കുറിച്ച് അന്നത്തെ രാമായണത്തിൽ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അന്നത്തെ ക്ഷത്രിയ രാമായണത്തിലെ അയോധ്യയും ആ ക്ഷത്രിയ രാമായണത്തിലെ സരയൂ നദിയെയുമാണ് അത് വീണ്ടും ഇങ്ങനെ റീക്രിയേറ്റ് ചെയ്യുക ചെയ്ത് അവിടെ ഈ ഗാഗ്ര നദിയെയും അതുപോലെ ഈ സാക്കേത്ത് നഗരത്തെയും അങ്ങനെ പുതിയൊരു പേര് കൊടുത്ത് അങ്ങനെ ആക്കിയെടുക്കുക ചെയ്തത്. അപ്പം 165 പുഷ്യമിത്രൻ എന്ത് ചെയ്തു, പിന്നെ അങ്ങോട്ട് താമസം മാറ്റി. ഈ പാടലിപുത്രത്തിൽ നിന്ന് അങ്ങോട്ട് ഈ സാക്കേത്തിലേക്ക് അല്ലെങ്കിൽ പുതിയ അയോധ്യയിലേക്ക് താമസം മാറ്റിയപ്പോഴത്തേക്ക് ഈ പാടലിപുത്രം മുഴുവൻ കത്തിച്ചു കളഞ്ഞു. പാടലിപുത്രത്തിൽ മുഴുവൻ താമസിക്കുന്ന ആൾക്കാർ ബുദ്ധജനങ്ങളായിരുന്നു. ആ ബുദ്ധജനങ്ങളുടെ വീടുകളും എല്ലാം തല്ലിപ്പൊട്ടിക്കുകയും അവിടെയൊക്കെ തീയിടുകയും അതുപോലെ അവിടെ അശോകവനം ഉണ്ടായിരുന്നു, അശോകവാടി എല്ലാം തീയിട്ട് നശിപ്പിച്ചു. രാമായണത്തിൽ പറഞ്ഞ എന്തോ ലങ്കയിലാണ് അശോകവാടി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ രാവണൻ വാലെ തീ കൊളുത്തി അശോകവാടി കത്തിച്ചു എന്ന് പറയുന്നൊന്നുമല്ല. അത് കത്തിച്ചത് ഈ പുഷ്യമിത്ര ശുംഗൻ എന്ന ഈ ആദ്യത്തെ ബ്രാഹ്മണ രാജാവാണ്. അദ്ദേഹം പാടലിപുത്രത്താണ് ഈ അശോകവാടി ഉണ്ടായിരുന്നത്. അശോകവാടിയിലെ തല്ലിപ്പൊട്ടിക്കുകയും തീയിട്ട് നശിപ്പിക്കുകയും അതുപോലെ അവിടെ താമസിച്ചിരുന്ന ബുദ്ധജനങ്ങളുടെയൊക്കെ വീടിനും കുടിലിനും ഒക്കെ തീയിടുകയൊക്കെ ചെയ്ത് ആ നഗരം, അതായത് അദ്ദേഹം അതുവരെ താമസിച്ചുകൊണ്ടിരുന്ന പാടലിപുത്ര നഗരം മുഴുവൻ ചുട്ട് ചാമ്പലാക്കിയതിന് ശേഷമാണ് അദ്ദേഹം പുതിയൊരു നഗരം സാക്കേത്തിലേക്ക് അയോധ്യ എന്ന പേരും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോയത്. അതാണ് ഈ രാജാവിൻ്റെ കോൺട്രിബ്യൂഷൻസൊക്കെ. അങ്ങനെ
ഈ മനുസ്മൃതിയൊക്കെ അടിച്ചു മാറ്റിയ ഈ ഹയഗ്രീവനെ കൊന്ന ആ പുസ്തകം തിരികെ എത്തിച്ച വിഷ്ണുവിൻ്റെ അഡ്വഞ്ചറിനെയാണ് മത്സ്യാവതാരമായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത്. അത് മാത്രമല്ല, ബ്രാഹ്മണ്യത്തിന് അതുവരെ ഉണ്ടാകാതിരുന്ന ഒരു ഉൽപ്പത്തി കഥയും മെനഞ്ഞുണ്ടാക്കാനും ഈ ഒരു അവതാരക ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. അപ്പം ബ്രഹ്മ ക്രിയേറ്റഡ് ദ ഫസ്റ്റ് കപ്പിൾ എന്നാണ് പറയുന്നത്. ആദ്യത്തെ കപ്പിളിനെ ഉണ്ടാക്കിയത് ബ്രഹ്മമാണ്. അതാരാണ്? മനു ആൻഡ് സതരൂപ. അപ്പോൾ അവർക്ക് 2 പുത്രന്മാരും 3 പുത്രിമാരും ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം ഈ 2 പുത്രന്മാരും 3 പുത്രികളും ഇതിൽ നിന്നാണ് ഇന്നത്തെ ലോകത്തുള്ള മനുഷ്യരെല്ലാം ഉണ്ടായതെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അവർ 2 സഹോദരന്മാരും സഹോദരിമാരാണ്. അപ്പോൾ ആദ്യത്തെ പോപ്പുലേഷൻ ഉണ്ടായത് തന്നെ സഹോദരനും സഹോദരിയും ചേർന്നിട്ടാണ്. അവിടെ നിന്നാണ് ഈ അവരുടെ കഥ അനുസരിച്ചാണെങ്കിൽ, ആ ഉൽപ്പത്തി കഥ അനുസരിച്ചാണെങ്കിൽ പറയുകയാണെങ്കിൽ സഹോദരനും സഹോദരിയും ചേർന്ന് ആണ് ഉണ്ടായത്. അവരിൽ നിന്നാണ് ഈ പുതിയ പോപ്പുലേഷൻ മുഴുവൻ ഉണ്ടായി. ഇന്ന് ഈ ഇന്ത്യയിലുള്ള പോപ്പുലേഷൻ മുഴുവൻ ഉണ്ടായത്, ലോകത്തുള്ള പോപ്പുലേഷൻ മുഴുവൻ ഉണ്ടായി എന്നാണ് ഇവരുടെ ഉൽപ്പത്തി കഥ പറയുന്നത്. അപ്പോൾ ഇത് പറഞ്ഞ് ഇതെല്ലാം പറയുന്ന ആരും ബ്രഹ്മാവാണ്. അപ്പോൾ ഇതെല്ലാം ഇവർ എഴുതിയെടുക്കണം. എങ്ങനെ ബ്രഹ്മാവ് പറയുന്ന കാര്യങ്ങളെല്ലാം എഴുതിയെടുത്താണ് മനുസ്മൃതി ഉണ്ടാക്കിയെന്നാണ് ഇവർ പറയുന്നത്. അപ്പം നമുക്കറിയാം ഹോമോസാപ്പിയൻസ് ഡെവലപ്പ് എന്നാണ് കപ്പാസിറ്റി. അത് ലാംഗ്വേജ് സംസാരിക്കാൻ തുടങ്ങിയതിന് 50,000 വർഷമായുള്ളൂ. അതിന് മുമ്പ് നമുക്കിവിടെ ഈ വോക്കൽ കോഡൊന്നും ശരിയായിട്ട് സ്ട്രോങ് അല്ലായിരുന്നു. വോക്കൽ കോഡൊക്കെ സ്ട്രോങ് ആയി നമുക്ക് സംസാരിക്കാൻ അല്ലെങ്കിൽ എന്തെങ്കിലും നല്ല ശബ്ദം പുറപ്പെടുവിക്കാൻ കഴിഞ്ഞത് തന്നെ ഒരു 50,000 വർഷമേ ആയിട്ടുള്ളൂ അല്ലേ. പക്ഷേ ഇവർ പറയുന്ന ത്രേതായുഗം അത് 12,96,000 വർഷം. അതിന് മുമ്പ് കൃതയുഗം 17,28,000 വർഷം മുമ്പൊക്കെ ആയിരുന്നു. അന്നൊക്കെ ഇതുപോലെ ഇവർ ഇത് എഴുതിയിരുന്നു, അല്ലെങ്കിൽ അന്ന് അവർ സംസാരിച്ചിരുന്നു, എഴുതിയിരുന്നു എന്നൊക്കെ പറഞ്ഞ് എത്രമാത്രം വിഡ്ഢിതമാണ്. അപ്പോൾ ഇതാണ് ഈ മത്സ്യാവതാരത്തിൻ്റെ കഥ, അതിൻ്റെ പൊരുൾ. ഇനി അടുത്ത ഒരു അവതാരവും വരുന്നവരെ എല്ലാവർക്കും നമസ്കാരം.